strong, powerful, spiritual, positive, service person. നാം പറയില്ല, ഞാൻ കാണിക്കും കേട്ടാ. നിങ്ങൾ ഷോപ്പിങ്ങിന് പോയി ഷോപ്പിലുള്ള ഒരു സാധനത്തിന്റെ വിലയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്ത, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം വാങ്ങുന്നു, അതിന്റെ പൈസ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്ത ഉന്നതമായ സമ്പന്നമായ ചിന്തകളാണെന്ന് അർത്ഥം. സങ്കല്പിക്കുക, നിങ്ങളൊരു മഞ്ഞ കണ്ണട ധരിച്ചിരിക്കുന്നു. ഈ മഞ്ഞ കണ്ണട കൊണ്ട് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിനർത്ഥം നിങ്ങൾ ചിന്തിക്കുന്നു ലോകം മഞ്ഞയാണെന്ന്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അധികം ആളുകൾ നമ്മൾ ധരിച്ചിരിക്കുന്ന കണ്ണട ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും വിഷമതകളുടെയും ഒക്കെ കണ്ണടകളാണ്. നോക്കുന്നിടത്തും കാണുന്നിടത്തും ഒക്കെ ദാരിദ്ര്യം, വേദന, സഹനം തുടങ്ങിയുള്ളതൊക്കെയാണ് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മളും ധരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് നമ്മളും ആയി മാറേണ്ടത്. നിങ്ങൾ ഈ 40 ദിവസം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ ഈ ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും ഈ കണ്ണട നിങ്ങൾക്ക് വലിച്ചെറിയാം. വലിച്ചെറിയപ്പെട്ടോളൂ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങൾ പരീക്ഷിച്ച് അറിയുക. നാളെ മുതൽ തന്നെ ഈ 40 ദിന എക്സസൈസ് പരിശീലിക്കും. ആരാണോ എന്റെ ക്ലബിൽ, അതായത് ചെയർമാൻസ് ക്ലബിൽ അംഗമാകുന്നത്, 12 മാസം നിങ്ങൾ എന്നോട് കൂടെ വരിക, എന്നെ പിന്തുടരുക, നിങ്ങൾ സമ്പന്നനായി മാറും. നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്യുകയാണെങ്കിൽ എന്റെ വകയുള്ള ഈ എല്ലാത്തിന്റെയും CD-യും ബുക്സും ഒക്കെ അതിയായ സ്നേഹത്തിന്റെ ഭാഗമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നതായി. ഇത് ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ടതില്ല. ഇത് എന്റെ ഭാഗത്തുള്ള സ്നേഹ സമ്മാനമാണ്. നിങ്ങൾ എത്ര പേരാണ് മുൻപ് ചെയർമാൻസ് ക്ലബിൽ അംഗമായിട്ടുള്ളത്? എഴുന്നേറ്റ് നിൽക്കുക. ചെയർമാൻസ് ക്ലബിൽ നേരത്തെ അംഗമായിട്ടുള്ളവർ ദയവ് ചെയ്ത് എഴുന്നേറ്റ് നിൽക്കുക. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളിൽ എത്ര പേർക്കാണ് ഈ ക്ലബിൽ ചേർന്നുകൊണ്ട് സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. വെൽക്കം, വെൽക്കം, വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ക്ലബിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ലഞ്ചിന്റെ ഉച്ചഭക്ഷണ സമയത്ത് ഈ മുദ്രപത്രം കളക്ട് ചെയ്യുകയും അത് പൂരിപ്പിച്ചതിന് ശേഷം ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അംഗമാകാവുന്നതാണ്. അതായത് രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഐശ്വര്യ ധ്യാനമാണ്. സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടിയുള്ള വെൽത്ത് മെഡിറ്റേഷൻ. എല്ലാ ദിവസവും 5 മിനിറ്റ് വീതം 6 ഭാഗങ്ങളായി നിങ്ങൾക്ക് CD ലഭിക്കും. ആദ്യത്തെ പാർട്ട് നന്നായി ആഴത്തിൽ ശ്വസിക്കുക എന്നതാണ്. നമ്മളിൽ ശേഖരിച്ചിരിക്കുന്ന വികാരങ്ങളെ റിലീസ് ചെയ്യുന്നതാണ്, വിടുവിക്കുന്നതാണ്. നമ്മളിലുള്ള ഈ ബ്ലോക്കുകളൊക്കെ റിലീസ് ചെയ്യുന്നത്. ചെറിയ പ്രായത്തിൽ കരയുന്നൊക്കെ പറഞ്ഞു, അതുപോലുള്ള ആ സമയത്ത് ആരംഭിക്കുകയാണ് നമ്മുടെ ബ്ലോക്കുകൾ. അതായത് കൊച്ചു പെൺകുട്ടിയോട് മാതാപിതാക്കൾ പറയാണ്, അയ്യോ നീ പെൺകുട്ടിയാണ്, ഉറക്കനെ ചിരിക്കരുത്. അന്ന് മുതൽ പൊട്ടിച്ചിരിക്കുവാനുള്ളതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഓരോ ദിവസവും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാത്തിനെയും നമ്മൾ റിലീസ് ചെയ്ത് ഉറക്കെ ചിരിക്കണമെങ്കിൽ ചിരിക്കാം, കരയണമെങ്കിൽ കരയാം, ഷൗട്ട് ചെയ്യണമെങ്കിൽ ഷൗട്ട്, എന്താണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് റിലീസ് ആവും. നിങ്ങൾക്ക് ഷൗട്ട് ഇല്ലാതെ തന്നെ വീട്ടില് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, നിങ്ങൾ പരീക്ഷിച്ച് തന്നെ അനുഭവിച്ച് ചെയ്യുക. നിങ്ങൾ ഈ 30 മിനിറ്റുള്ള എക്സസൈസ് ചെയ്താൽ നമുക്ക് ആത്മീയമായും ശാരീരികമായും മാനസികമായുള്ള എനർജി മുഴുവൻ ദിനവും നമുക്ക് ലഭിക്കുമെന്നത് ഗ്യാരണ്ടിയാണ്. മൂന്നാമത്തെ പാർട്ട് ബാലൻസിംഗ്. 2 കൈകൾ ഉയർത്തി വാവ് 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 എന്ന് ശക്തിയായി പറയുക. 4th പാർട്ട് ധ്യാനം. അതായത് 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ധ്യാനമാണ്. അതിന് ഇരുന്നിട്ടല്ല, നിന്ന് യാതൊരുവിധ ശബ്ദങ്ങളുമില്ലാതെ ഏകാന്തമായി. 5ാമത്തെ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവിച്ചു എന്നുള്ളതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതാണ്. എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ചു എന്ന് വിഷ്വലൈസ് ചെയ്യുന്നു.
സ്വിമ്മിംഗ് പൂൾ. നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് ഓൾറെഡി സംഭവിച്ചു എന്നുള്ളത് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. Sixth part. First part breathing, second is releasing, third is balancing, fourth is meditating, fifth is visualizing. സക്സസ് ഒരു സംഭവിച്ചില്ലായിരിക്കാം, പക്ഷെ സക്സസ് വിജയിച്ചു എന്നുള്ളത് ആഘോഷിക്കുന്നതാണ് അവസാനത്തെ. ഇത് സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മനോരമയിലൊക്കെ വായിക്കുന്ന സൂപ്പർമാൻ അല്ല, ശാസ്ത്രീയമായ സൂപ്പർമാൻ. നമ്മുടെ ശരീരത്തിൽ പ്രത്യേകമായ കോശങ്ങളുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ സൂപ്പർമാൻ ചിന്തിക്കുകയും പാടുകയും ചെയ്യുമ്പോൾ ഈ സെല്ലുകൾ, ഈ കോശങ്ങൾ പ്രത്യേകമായി അത് സ്വീകരിക്കുകയും അങ്ങനെ നമ്മൾ സൂപ്പർമാനായി വളർത്തുകയും ചെയ്യും. ഈ മെഡിറ്റേഷൻ നമ്മളെ ശക്തിയുള്ള, കരുത്തുള്ള, ആത്മീയമായ, നേരായ ചിന്തിക്കുന്ന, സേവന മനോഭാവമുള്ള വ്യക്തികളായി നമ്മളെ മാറ്റും. ഈ ഗാനം നമ്മൾ പാടുമ്പോൾ ഇപ്പോൾ കാണിക്കുന്ന പോലെ ഇതേപോലെ കൃത്യമായി ആക്ഷൻ ചെയ്യുക. ആക്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് പണം സമ്പാദിക്കാനായി സാധിക്കൂ. Are you ready? നാലാമത്തെ പില്ലർ എന്ന് പറയുന്നത് സീക്രട്ടാണ്. ഈ സീക്രട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് എല്ലാ സമ്പന്നന്മാരും സമ്പന്നന്മാരായിട്ടുള്ളത്. ഈ സീക്രട്ട് അറിയാത്ത വ്യക്തികളെല്ലാം ഒന്നുകിൽ മിഡിൽ ക്ലാസ് ആണ്, അല്ലെങ്കിൽ ദരിദ്രന്മാരാണ്. ഈ സീക്രട്ട് എന്ന് പറയുന്നത് ഹിഡൻ ആണ്. അത് മറ്റുള്ളവരെ ഷോ കാണിച്ചു കൊടുക്കാൻ അത് വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ചെയർമാൻസ് ക്ലബിൽ അംഗമാകുന്നതോടെ ഈ സീക്രട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. ഒരു വർഷം മുൻപ് എൻ്റെ ജീവിതം ആകെ താളം തെറ്റിപ്പോയിരുന്നു. രാവും പകലും ജോലി ചെയ്ത് വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ഓർക്കാപ്പുറത്ത് എൻ്റെ അച്ഛനും മരിച്ചു. എനിക്കും മറ്റുള്ളവർക്കുമുള്ള ബന്ധം ശിഥിലമായി പോയി. എൻ്റെ ആത്മവിശ്വാസമില്ലാത്ത ജീവിതത്തിന് എനിക്കൊരു വലിയ സമ്മാനം കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോഴാണ് എനിക്കൊരു മഹത്തായ രഹസ്യത്തിന്റെ ഒരു വലിയ ദർശനം ലഭിച്ചത്. ആ രഹസ്യത്തെ ഞാൻ ലോക ചരിത്രത്തിലെ താളുകളിൽ തേടുവാൻ തുടങ്ങി. രഹസ്യം കുഴിച്ചു മൂടപ്പെട്ടു. രഹസ്യം അപഹരിക്കപ്പെട്ടു. രഹസ്യം നശിപ്പിക്കപ്പെട്ടു. ഈ രഹസ്യം അറിയാവുന്നവരുടെ പേരുകൾ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. അവരെല്ലാം ചരിത്രം സൃഷ്ടിച്ച മഹാന്മാരാണ്. ഈ രഹസ്യം എന്തുകൊണ്ട് ആരും അറിഞ്ഞില്ല? ഈ രഹസ്യം ലോകത്തിനോട് പങ്കുവെക്കാൻ ഞാൻ ആശിച്ചു. ഈ രഹസ്യം അറിയുന്ന ഇപ്പോൾ നമ്മോടൊപ്പം ജീവിക്കുന്നവരെ ഞാൻ തേടുവാൻ ആരംഭിച്ചു. ഓരോരുത്തരെയും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, ആരോഗ്യം, ജ്ഞാനം എന്താണെങ്കിലും രഹസ്യം നിങ്ങൾക്ക് തീർച്ചയായും തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടാം, ചെയ്യാം, എന്തുമാകാം. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എത്ര വലുതായിരുന്നാലും ശരി, നമുക്കത് നേടാം.
നിങ്ങൾ എങ്ങനെയുള്ള വീട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങൾക്ക് കോടീശ്വരനാണോ? നിങ്ങൾക്ക് എങ്ങനെയുള്ള കച്ചവടമാണ് വേണ്ടത്? നിങ്ങൾക്ക് വിജയത്തിന്മേൽ വിജയം വേണമോ? നിങ്ങൾക്ക് സത്യത്തിൽ എന്താണ് വേണ്ടത്? എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സാമ്പത്തികമായ നേട്ടങ്ങൾ, അതെല്ലാം നമുക്ക് സന്തോഷം തരും. സാമ്പത്തിക പ്രശ്ന പരിഹാരങ്ങൾ, സ്നേഹബന്ധങ്ങൾ തമ്മിലുള്ള വിള്ളലുകൾ, ഇതൊക്കെ നടന്നതിന് കാരണം രഹസ്യം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിഞ്ഞു വെച്ചതുകൊണ്ടാണ്. ഇതാണ് ജീവിതത്തിന്റെ വളരെ വലിയ രഹസ്യം. ആ രഹസ്യം എന്താണെന്ന് നിങ്ങളെല്ലാവരും അതിശയത്തോടു കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അത് ഞാൻ മനസ്സിലാക്കി നിങ്ങളോട് വിശദീകരിക്കാം. നമ്മളെ എല്ലാവരെയും ഒരു മഹാശക്തിയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ വിധി തന്നെയാണ് നമ്മളെ നയിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രകൃതി നിയമങ്ങൾ എല്ലാം തുല്യമാണ്. ബഹിരാകാശ പേടകങ്ങൾ നിർമ്മിക്കുന്നതിലോ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്നതിലോ കൃത്യമായി അതിനെ തറയിൽ ഇറക്കുന്നതിലോ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ഇന്ത്യയിലോ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സ്റ്റോക്ക്ഹോം, ലണ്ടൻ, ടൊറാൻഡോ, മോണ്ടിയോ അല്ലെങ്കിൽ ന്യൂയോർക്ക്, നമ്മൾ എവിടെയാണെങ്കിലും നമ്മയെല്ലാം ഒരു ശക്തിയാണ് നിയന്ത്രിക്കുന്നത്. ഇതാണ് രഹസ്യം. നമ്മുടെ ചിന്തകൾ വസ്തുക്കളായി മാറും. ഇത് നമ്മൾ നിത്യേന ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം. ഉറങ്ങുന്നതിന് മുൻപേ 30 ദിവസം തുടർച്ചയായി ഈ എക്സസൈസ് ചെയ്യുക. 10 ദിവസം കൊണ്ട് ഇതിന്റെ 10 കോപ്പികൾ എടുത്ത് 10 പേർക്ക് നിങ്ങൾ വിതരണം ചെയ്യുക. ചെയർമാൻസ് ക്ലബിൽ അംഗങ്ങളാകുന്നവർക്ക് സൂപ്പർമാൻ CD, ഐശ്വര്യദാനം CD, ഒപ്പം ഇപ്പോൾ കണ്ട സീക്രട്ടില് നിങ്ങൾക്ക് ചെയർമാൻസ് ക്ലബിന് ഒരു ബാഡ്ജും കൂടെ ലഭിക്കും. നിങ്ങൾ ഈ പരിശീലന പരിപാടികൾക്ക് വരുമ്പോൾ ഈ ബാഡ്ജ് ധരിച്ചുകൊണ്ടാണ് വരേണ്ടത്, ധരിക്കാതെ വരരുത്. നിങ്ങൾ എല്ലാ മാസവും നടക്കുന്ന പരിശീലന പരിപാടിയിൽ ഈ ബാഡ്ജും ധരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ബില്ലും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെയർമാന്റെ സ്പെഷ്യൽ സമ്മാനമായി ഒരു 800 ml ബോട്ടിൽ സൗജന്യമായി ലഭിക്കും. ഒരു വലിയ സന്തോഷ വാർത്ത, കേരളത്തിലെ വെയർ ഹൗസ് ഇതിന്റെ താഴെയുള്ള ഫ്ലോറിൽ അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഹേമ മേഡമാണ് ഇന്നലെയും ഇന്നും നാളെയും ഈ വെയർ ഹൗസിന്റെ മാനേജറായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഹേമ മേഡത്തിന്റെ നമ്പർ വാങ്ങാം. എന്ത് സംശയമുണ്ടെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ വിളിക്കാം, വിളിച്ച് ശല്യപ്പെടുത്താം. രാത്രി ഒഴിച്ച് പറയുമോ. നിങ്ങൾ ഈ 4 പില്ലർ കൃത്യമായി പടുത്ത് കെട്ടിക്കഴിഞ്ഞാൽ അതിനു മുകളിൽ വലിയ ഒരു ശക്തിമത്തായ സ്ലാബ് ഇടേണ്ടതാണ്. ഈ സ്ലാബിന് മുകളിൽ മാത്രമേ നിങ്ങൾക്കൊരു വിജയത്തിന്റെ സൗധം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ലാബിന്റെ പേരാണ് വിഷൻ സ്ലാബ്. എന്താണ് വിഷൻ? വിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. കുറെ പേർക്കുള്ള വിഷൻ നെഗറ്റീവായ വിഷനാണ്, അതുകൊണ്ട് അവർ പരാജയത്തിലേക്ക് പോകുന്നു. കുറച്ചു പേർക്കൊക്കെ പോസിറ്റീവായ വിഷനുണ്ട്, അതുകൊണ്ട് അവർ വിജയത്തിലേക്ക് പോകും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പരാജയത്തിലുള്ള നെഗറ്റീവ് വീക്ഷണത്തെ തിരുത്തുവാനായി, മാറ്റുവാനായി പോവുകയാണ് വിജയത്തിലേക്കുള്ള ഒരു വീക്ഷണമായി. ശരിക്കും വീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അകക്കണ്ണിലൂടെ എന്റെ ഭാവി വിജയം മുൻകൂട്ടി കാണുകയും എല്ലാം ഇപ്പോൾ തന്നെ സംഭവിച്ചു എന്ന് കാണുകയും ചെയ്യുന്നതാണ്. എന്റെ വീക്ഷണം എന്ന് പറയുന്നത് എന്റെ ഭാവി വിജയം ഇപ്പോൾ സംഭവിച്ചു എന്ന് എന്റെ മനക്കണ്ണിലൂടെ മുൻകൂട്ടി കാണുന്നതാണ്. ചെയർമാൻസ് ക്ലബിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ വിഷൻ ബോർഡ് ഞാൻ സമ്മാനമായി നൽകുന്നതാണ്. ഈ വിഷൻ ബുക്കിൽ നിങ്ങൾക്ക് വിഷൻ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ പിക്ചർ നമ്മൾ മുറിച്ച് ഇവിടെ ഒട്ടിക്കുക. ഞാൻ നിങ്ങളെ ഓരോ പേജിലെ ചിത്രങ്ങൾ കാണിക്കുമ്പോഴും നിങ്ങൾ തുറന്ന മനസ്സോടെ ശക്തിയോടുകൂടി വാവ് എന്ന് ഉദ്ഘോഷിക്കും. വെരി വെരി ഗുഡ് പാർട്ട്. ഇപ്പോൾ നമുക്ക് നല്ല സുന്ദരമായ ഒരു ഗാനമുണ്ട്. ആ ഗാനം കേൾക്കുമ്പോൾ ഇരുന്ന് കൊണ്ട് നിങ്ങളിങ്ങനെ വെട്ടുക എന്ന് പറയുമ്പോൾ വെട്ടുന്ന ആക്ഷൻ ഇങ്ങനെ കാണിക്കുക, ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടി കാണിക്കുക, ജമ്പ് ചെയ്ത് ഒട്ടിക്കുക. ഇരുന്നിട്ട് ഇങ്ങനെ നല്ല പെർഫോമർക്ക് ഒരു നല്ല ഗിഫ്റ്റ്. റെഡിയാണോ? വെട്ടിക്കഴിഞ്ഞ ശേഷം
മലവെട്ടാൻ പോവുകയാണ്. More. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. Next. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം മലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും വെട്ടിക്കഴിഞ്ഞ ശേഷം അലവെട്ടാൻ പോവുകയാണ്. വെട്ടാൻ പോകുന്ന ഞാനും അലവെട്ടാൻ പോകുന്ന ഞാനും